കസ്റ്റഡി മർദ്ദനങ്ങൾ ചർച്ചയാകുന്നതിനിടെ മോഷ്ടാവിനെ മർദ്ദിക്കുന്ന സിനിമാ രംഗം ഫേസ്ബുക്ക് സ്റ്റോറിയാക്കിയ എസ് ഐ. ആവനാഴി സിനിമയിൽ മമ്മൂട്ടി മോഷ്ടാവിനെ മർദ്ദിക്കുന്ന രംഗങ്ങളാണ് മറയൂർ എസ് ഐ മാഹിൻ സലീം പങ്കുവച്ചത്. കുറ്റം സമ്മതിക്കേണ്ട എന്ന അടിക്കുറിപ്പോടെയാണ് ഫേസ്ബുക്ക് സ്റ്റോറി. കോതമംഗലം എസ് ഐ ആയിരിക്കെ വിദ്യാർത്ഥിയെ മർദ്ദിച്ചതിന് സസ്പെൻഷൻ നേരിട്ട ആളാണ് മാഹിൻ. വിദ്യാർത്ഥിയെ വലിച്ചിടിച്ച് സ്റ്റേഷനുകളിൽ കയറ്റി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും നേരത്തെ പുറത്തു വന്നിരുന്നു. സിനിമയിൽ കുറ്റാരോപിതനെ സത്യം പറയിക്കാൻ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യമാണ് കസ്റ്റഡി മർദ്ദനത്തെ ന്യായീകരിക്കുന്ന തരത്തിൽ എസ് ഐ പോസ്റ്റ് ചെയ്തത്. PS സാഗർ ചേരുന്നുണ്ട് തൊടുപുഴയിൽ നിന്ന് വിവരങ്ങളുമായി. സാഗർ, എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ പല പോലീസ് ഉദ്യോഗസ്ഥരുടെയും അവർ കരുതുന്നത് ഈ സിനിമയിലെ പോലെ ഒരു പ്രതിയെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മൂന്നാം മുറ പ്രയോഗം നടത്താം, അങ്ങനെയൊക്കെ മർദ്ദിച്ചാലേ ഉള്ളു ഒരു പ്രതി കുറ്റം സമ്മതിക്കുള്ളൂ എന്നാണ്. പക്ഷേ നേരത്തെ DGP തന്നെ, അതായത് കേരള DGP തന്നെ, സംസ്ഥാന പോലീസ് മേധാവി തന്നെ ഇക്കാര്യത്തിൽ വ്യക്തമായ നിർദ്ദേശങ്ങൾ നൽകിയിട്ടുള്ളതാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസവും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞത് ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിക്കാൻ കഴിയുന്ന സാഹചര്യമുണ്ട്. അതായത് നമ്മുടെ സാങ്കേതിക വിദ്യ ഇത്തരം പുരോഗമിച്ചൊരു സാഹചര്യത്തിൽ ഇങ്ങനെ ഒരു പ്രതിയെ മർദ്ദിച്ച് സത്യം പറയിപ്പിക്കേണ്ട കാര്യമില്ല എന്ന്. പക്ഷെ അങ്ങനെയുള്ള ഒരു പോലീസ് മേധാവിയൊക്കെ നിർദ്ദേശം നൽകിയ ഘട്ടത്തിൽ പോലും ഇങ്ങനെ മൂന്നാം മുറ പ്രയോഗത്തിലൂടെ മാത്രമേ പ്രതിയിൽ നിന്നും സത്യം കണ്ടെത്താൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ അയാൾ മൊഴി നൽകുകയുള്ളൂ എന്നൊരു തോന്നലാണ് പല പോലീസുകാർക്കും. അതുതന്നെയല്ലേ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ, ഈ എസ് ഐയുടെ ഫേസ്ബുക്ക് സ്റ്റോറിയിൽ നിന്നും മനസ്സിലാക്കേണ്ടത്? ടോം, തീർച്ചയായും അത്തരത്തിലൊരു കാര്യം തന്നെ വേണം ഈ പോലീസ് ഉദ്യോഗസ്ഥന്റെ ഈ ഫേസ്ബുക്ക് സ്റ്റാറ്റസിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ. ഈ ഒന്നിനു പുറകെ ഒന്നായി പുറത്തു വരുന്ന കസ്റ്റഡി മർദ്ദന പരാതികളിൽ കേരള പോലീസിന് നേരെ രൂക്ഷമായ വിമർശനമാണ് ഇപ്പോൾ ഉയരുന്നത്. പലയിടത്തും സമരങ്ങളടക്കം, പോലീസിന് നേരെ സമരങ്ങളടക്കം നടക്കുന്നുണ്ട്. ഇന്നലെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വ്യാപകമായി ഈ ഒരു കാര്യത്തിൽ സമരം നടത്തിയിരുന്നു. ഇതിനിടയിലാണ് കസ്റ്റഡി മർദ്ദനത്തെ ന്യായീകരിക്കുന്ന വിധത്തിൽ ഈ മറയൂർ എസ് ഐ മാഹിൻ സലീം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ആവനാഴി എന്ന സിനിമയിലെ പോലീസ് സ്റ്റേഷനിലെ മർദ്ദന രംഗങ്ങളും സംഭാഷണങ്ങളും ഉൾപ്പെടുത്തിയാണ് ഇദ്ദേഹം ഇന്നലെ സ്റ്റാറ്റസ് പങ്കുവച്ചത്. ഈ സ്റ്റാറ്റസ് വാർത്തയായതോടെ, അല്ലെങ്കിൽ വിവാദമായതോടെ ഇന്ന് രാവിലെയോടെ ഈ ഫേസ്ബുക്കിൽ നിന്ന് ഇദ്ദേഹം നീക്കം ചെയ്യുകയും ചെയ്തു. മുൻപ് SFI നേതാവായ ഒരു വിദ്യാർത്ഥിയെ മർദ്ദിച്ചതിനടക്കം സസ്പെൻഷൻ നേരിട്ട ആളാണ് ഈ മാഹിൻ സലീം. കോതമംഗലം SI ആയിരിക്കുന്ന സമയത്താണ് ഈ സ്റ്റേഷനിൽ വന്ന ഒരു SFI വിദ്യാർത്ഥിയെ ഇദ്ദേഹം മർദ്ദിച്ചത്. ഈ മറ്റു സുഹൃത്തുക്കളോടൊപ്പം കോതമംഗലം സ്റ്റേഷനിൽ എത്തിയപ്പോഴായിരുന്നു ഈ വിദ്യാർത്ഥിക്ക് അത്തരത്തിലൊരു ദുരനുഭവം നേരിടേണ്ടി വന്നത്. ഈ വിദ്യാർത്ഥിയെ സ്റ്റേഷനകത്തേക്ക് വലിച്ചു കയറ്റിയ ശേഷം ഇടതുകരണത്തും ചെവിയിലും അന്ന് ഈ SI അടിക്കുകയായിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. അന്ന് എല്ലാ മാധ്യമങ്ങളും ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ വാർത്തയാക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെ ഈ മാഹിൻ സലീം സസ്പെൻഷൻ പോയി. വകുപ്പ് തല നടപടിയും ഇദ്ദേഹത്തിന് നേരിടേണ്ടി വന്നു. പിന്നീട് മൂവാറ്റുപുഴ SI ആയും അതിനുശേഷമാണ് മറയൂർ SI യുമായി ഇപ്പോൾ ചുമതലയേറ്റിരിക്കുന്നത്. ഈ മറയൂർ SI ആയി നിലവിൽ ഡ്യൂട്ടിയിലുള്ള ഈ സമയത്ത് തന്നെയാണ് ഇന്നലെ ഈ ഫേസ്ബുക്കിൽ ഈ ഇത്തരത്തിൽ SI പോസ്റ്റ് സിനിമയിലെ രംഗം വെച്ച് കസ്റ്റഡി മർദ്ദനത്തെ ന്യായീകരിക്കുന്ന വിധത്തിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. ഇത് വിവാദമായതോടെ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഈ കസ്റ്റഡി മർദ്ദനങ്ങളുടെ പേരിൽ പോലീസ് ഒന്നടങ്കം പ്രതിരോധത്തിലായ സാഹചര്യത്തിൽ ഈ ഒരു പ്രവൃത്തിയെ ഗൗരവമായാണ് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥർ കാണുന്നത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. അതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത്. ടോം, തീർച്ചയായും അന്വേഷണത്തിനപ്പുറം ഈ SI യോട്, ഈ മാഹിനോട് വിശദീകരണം തേടാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇങ്ങനെയാണ് ഇയാളെപ്പോലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പ്രതികളോട് പെരുമാറുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന ആളുകളോട് പെരുമാറുന്നതെങ്കിൽ സാധാരണക്കാരന് ഈ നാട്ടിൽ ഇവിടുത്തെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നീതി കിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിൻ്റെ, ഈ ഫേസ്ബുക്കിൽ ഇത്തരം ഒരു സ്റ്റോറി ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളിൽ നിന്ന് വിശദീകരണം തേടാനുള്ള സാധ്യതയുണ്ടോ സാഗർ? അത്തരത്തിലൊരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. കാരണം ഇത് ഉന്നത ഉദ്യോഗസ്ഥരടക്കം, അവരുടെ അടക്കം ശ്രദ്ധയിൽ ഇക്കാര്യങ്ങൾ പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം ഉന്നത ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശപ്രകാരമാണ്
ഈ സിനിമയിലെ രംഗം കട്ട് ചെയ്ത് ഫേസ്ബുക്കിൽ സ്റ്റാറ്റസ് ആക്കിയത് നീക്കം ചെയ്തതെന്നാണ് പറയപ്പെടുന്നത്. ഈ കുന്നംകുളം പോലീസ് സ്റ്റേഷനിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് വി സുജിത്തിന് മർദ്ദമേറ്റ സംഭവവും ഇതിന് പിന്നാലെ ഉയർന്ന ആരോപണങ്ങളും വലിയ വാർത്തയാകുന്നതിനിടെയാണ് SI ഇത്തരത്തിൽ പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, സർക്കാരടക്കം ഈ പോലീസിന്റെ ഈ പ്രവർത്തികളിൽ സർക്കാരടക്കം പ്രതിക്കൂട്ടിലാവുന്ന ഒരു സംഭവം ഉണ്ടാകുന്ന സാഹചര്യത്തിലാണ് ഈ SI ഇത്തരത്തിലൊരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഈ മാഹിൻ പങ്കുവച്ച പോസ്റ്റിൽ ഈ പോലീസ് വേഷത്തിലുള്ള മമ്മൂട്ടി മോഷ്ടാവിനെ മർദ്ദിക്കുന്നതായി കാണാൻ കഴിയും. ഈ കുട്ടൻ സമ്മതിക്കണ്ടേ എന്ന അടിക്കുറിപ്പോടെയാണ് ഈ SI വീഡിയോ പങ്കുവച്ചത് എന്നതും ശ്രദ്ധേയമാണ്. ഈ പോസ്റ്റിന് വ്യാപക വിമർശനമാണ് ഉയർന്നത്. ഇതോടെ ഈ മാഹിനെ നമ്മൾ നേരിട്ട് ബന്ധപ്പെട്ടെങ്കിലും വെറുതെ ഇട്ടതാണ് എന്ന് മാത്രമാണ് ഈ മാഹിൻ SI പ്രതികരിച്ചത്. കേരള പോലീസിന്റെ 3-ാം മുറയിൽ കൂടുതൽ വെളിപ്പെടുത്തലുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇദ്ദേഹം ഇത്തരത്തിൽ പോസ്റ്റ് ഈ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ കോതമംഗലം SI ആയിരിക്കുന്ന സമയത്ത് ഈ കസ്റ്റഡിയിൽ വന്ന ഇല്ലെങ്കിൽ പോലീസിന് എത്തിയ വിദ്യാർത്ഥിയെ മർദ്ദിച്ചടക്കം കേസിൽ നടപടി നേരിട്ടൊരു പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഇദ്ദേഹം എന്ന കാര്യവും ഓർമ്മിക്കേണ്ടതുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ പോലീസ് സ്റ്റേഷനിൽ എത്തുന്ന കുറ്റക്കാരോട് അല്ലെങ്കിൽ പൊതുജനങ്ങളോട് എത്തുന്നവരോട് മാന്യമായി പെരുമാറണം എന്നൊരു DGPയുടെ ഉത്തരവ് ഉണ്ടായിട്ട് വരെ അതുവരെ മറക്കുന്ന രീതിയിലാണ് ഇവരുടെ എല്ലാം ഈ ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെയുള്ളവരുടെ പോസ്റ്റ്. അതായത് ഏതെങ്കിലും രീതിയിൽ തെറ്റ് ചെയ്താൽ 3-ാം മുറ പ്രയോഗിച്ചാൽ മാത്രമേ ഇവർ സത്യം പറയൂ, ഇല്ലെങ്കിൽ അത്തരത്തിൽ പെരുമാറണം എന്ന് ജനങ്ങൾക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ പോസ്റ്റ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. ഈ ഇദ്ദേഹം പങ്കുവച്ച ഈ സിനിമാ രംഗത്തിൽ ഈ മമ്മൂട്ടി ഈ പ്രതിക്ക് ബിരിയാണിയും ചായയും വാങ്ങിക്കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഈ പ്രതിയോട് ചോദിക്കുമ്പോൾ അദ്ദേഹം കുറ്റം സമ്മതിക്കുന്നില്ല. പിന്നീടാണ് മമ്മൂട്ടി എന്ന കഥാപാത്രം ഈ പ്രതിയെ ഇടിക്കുന്നതും കുറ്റം സമ്മതിപ്പിക്കുന്നതും. അതായത് ആ ഒരു രീതിയിൽ പെരുമാറിയാൽ മാത്രമേ കുറ്റം സമ്മതിക്കുകയുള്ളൂ, അല്ലാതെയുള്ള രീതികളിൽ ചോദിച്ചാൽ ആരും കുറ്റം സമ്മതിക്കില്ല എന്നൊരു തരത്തിൽ തന്നെയാണ് മാഹിൻ ഈ പോസ്റ്റ് ഷെയർ ചെയ്തത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. നേരത്തെ അച്ചടക്ക നടപടി സസ്പെൻഷനിലായ ഒരു ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഇദ്ദേഹം. എന്തായാലും ഇക്കാര്യത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥർ ഇദ്ദേഹത്തോട് കാരണം കാണിക്കൽ നോട്ടീസ് നൽകും എന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. യെസ്, വ്യക്തമാണ്. തൊടുപുഴയിൽ നിന്ന് PS സാഗറാണ് വിവരങ്ങൾ നൽകിയത്. ഈ ഫേസ്ബുക്കിൽ സിനിമാ രംഗം, അതായത് പ്രതിയെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ മമ്മൂട്ടിയുടെ കഥാപാത്രം ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ SI മാഹിൻ ഫേസ്ബുക്കിൽ പങ്കുവച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളോട് വിശദീകരണം തേടാനാണ് നീക്കങ്ങളുള്ളത്.